ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സ് നിങ്ങളെ മിസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപാട് മിസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു വന്ന് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ 3 ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ എക്സ് മിസ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നോ കോണ്ടാക്റ്റ് റൂളാണ്. നോ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് ചേസ് ചെയ്യാനോ വിളിക്കാനോ അവരുടെ സ്റ്റാറ്റസുകൾ നോക്കാനോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം അതിനൊക്കെയുള്ള ടെൻഡൻസി ഉണ്ടാവും. എന്നാലും നമ്മൾ ക്ഷമിക്കണം എന്നുള്ളതാണ്. നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഇത് പറയാനുള്ള ഒരു കാരണം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴാണ് നമ്മൾ ഒരാളെ മിസ് ചെയ്യുക? അയാളുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്താണല്ലേ. ആ വ്യക്തി എവിടെയാണെന്നുള്ളത് നമുക്കറിയാം. ആ വ്യക്തിയുടെ കോണ്ടാക്റ്റ് നമ്മുടെ കൈവശമുണ്ട്. ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ സംസാരിക്കാനോ അതല്ലെങ്കിൽ ആ വ്യക്തിയെ മീറ്റ് ചെയ്യാനോ ഉള്ള ഒരു അവസരം നമുക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ നമ്മൾ മിസ് ചെയ്യും, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു മിസ്സിങ് അവിടെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോ കോണ്ടാക്റ്റ് റൂളിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി അവരെ മെസ്സേജ് അയയ്ക്കുക, ഡെയിലി വിളിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു മിസ്സിങ് അവർക്ക് തോന്നത്തില്ല. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കത്തില്ല. നേരെ മറിച്ച് അതിന് പകരം എന്തായിരിക്കും? അവരുടെ മനസ്സിൽ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കുട്ടി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവളെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്നെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നു. അതൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിലോട്ട് പോകത്തില്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറഞ്ഞതിന് ശേഷം മാത്രം നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങളുടെ എക്സ് മിസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാസ്റ്റിലെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ മൊമെൻറ്റ്സൊക്കെ അവരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ സ്റ്റാറ്റസുകളും ഒക്കെ സോഷ്യൽ മീഡിയ ആപ്സുകളിലൂടെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ള ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ ഒന്നിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ചിത്രം ഇട്ടാൽ മതി. അപ്പോൾ അത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ഓർമ്മ വരും, ഞങ്ങൾ രണ്ടുപേരും അന്ന് ഒന്നിച്ച് അവിടെ പോയ ആ ഒരു സ്ഥലമല്ലേ ഇത്. ആ ഒരു മെമ്മറിയിലോട്ട് പോവാൻ അതൊരു സാധ്യത ഒരുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ജോയ്ഫുൾ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള നിങ്ങൾ തമ്മിൽ ഒന്നിച്ചിരിക്കുമ്പോഴുണ്ടായിരുന്ന ആ ഒരു മൊമെൻറ്റ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നിച്ച് പോയ സ്ഥലം അല്ലെങ്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റ് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ വീണ്ടും പോകുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പോയതിന് ശേഷം അവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കൂടെ പോയ ആ സ്ഥലത്ത് വീണ്ടും അവർ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, വീണ്ടും അവൻ അവിടെ പോയിട്ടുണ്ടല്ലോ, എന്താണ്. അപ്പോൾ പല രീതിയിലുള്ള തോട്ട്സുകൾ അവർക്ക് വരുമെന്ന് മാത്രമല്ല ആ പഴയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങളൊരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സിന് ഒരു തരിയെങ്കിലും നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അപ്ഡേഷൻസ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴെങ്കിലും നിങ്ങളുടെ ഇൻസ്റ്റാ പേജോ അല്ലെങ്കിൽ വാട്സപ്പിലെ DP എന്താണെന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫൺ ലൈഫ് അതുപോലെ തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നിരാശയുണ്ടായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു ബ്രേക്കപ്പ് സംഭവിച്ചാൽ അങ്ങനെ ഉണ്ടായിരിക്കും. എങ്കിലും നമ്മൾ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ പ്ലേസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ ലാവിഷായിട്ട് അഥവാ അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു അപ്ഡേഷൻസ് സോഷ്യൽ മീഡിയാസിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർ അറിയുകയും അതറിയാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതെല്ലാം ചെക്ക് ചെയ്യുമെന്ന് നിങ്ങളോട് പറഞ്ഞു. കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അപ്ഡേഷൻസ് ചെക്ക് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ അറിയുന്ന സമയത്തും അവർക്ക് നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും അവർക്ക്
നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗം അവർ സ്വീകരിക്കുകയും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും പഴയ രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് സെറ്റായിട്ട് വരികയും ചെയ്യും. ഇതുപോലെ തന്നെ കുറച്ച് ടിപ്സ് മാത്രമാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ എക്സ് നിങ്ങളെ കൂടുതലായിട്ട് മിസ് ചെയ്യും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ എപ്പോഴും നമ്മളെ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളിങ്ങനെ വിഷമത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവർ നമ്മളുടെ അടുത്തേക്ക് വരത്തില്ല, നമ്മളെ അവർ ചേസ് ചെയ്യത്തില്ല. നേരെ മറിച്ച് അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ വിഷമിച്ചിരിക്കാതെ പോസിറ്റീവായിട്ടിരിക്കുക. സാഡ് സോങ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സോങ്സ് കാണുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓവർ തിങ്കിങ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ച് ലൈഫിലോട്ട് തന്നെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവർ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുക, നമ്മൾ വിവാഹം കഴിക്കുക, എന്നിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് മിസ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്കുകളായിരുന്നു. അപ്പോൾ ഈ ഒരു മിസ്സിങ് പ്രോസസ്സ് ഒന്നുകൂടി പവർഫുൾ ആക്കാനും അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് വളരെയധികം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള ചില പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളും ടൂൾസുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു പേഴ്സണൽ കോച്ചിങ് എന്നോണം ഞാനൊരു 21 ഡേയ്സ് ഗൈഡൻസ് ആയിട്ട് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ആ ടൂൾസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരികയും ആ വ്യക്തി വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. സോ അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ മറക്കാതെ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എനിവേ താങ്ക് യു. നമസ്തേ.